നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബിസിനസ് സ്റ്റാറുടെ മെന്ററും യൂണിവേഴ്സൽ പവർ ട്രെയിനറുമായ ബന്നി സാറാണ്. സാർ നമസ്കാരം. സാർ, ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഈ പ്രാക്ക്, കണ്ണേറ്, ശാപം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണല്ലോ. അപ്പൊ ഇതൊക്കെ ഒരു മനുഷ്യനെ ബാധിക്കും? തീർച്ചയായിട്ടും ബാധിക്കും. അതായത് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് മാജിക് ഇല്ല, ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ അത് ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും ടോട്ടലി ഉള്ള ഒരു ബാഡ് എനർജിനെ കുറിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കണം. ബാഡ് എനർജി എന്ന് പറയുമ്പോൾ അസൂയ കൊണ്ട് ബാഡ് എനർജി വരാം, പ്രാക്ക് കൊണ്ട് വരാം, കണ്ണീർ കൊണ്ട് വരാം, അതുപോലെ തന്നെ ശരിക്കും ആഭിചാരം, കൂടോത്രം, അതുപോലെയൊക്കെയുള്ള അതല്ല ഉദ്ദേശിക്കണം. ഇതുപോലെയുള്ള കാര്യങ്ങളിലൂടെയുള്ള എനർജീസ് മനുഷ്യർക്ക് എഫക്റ്റ് ചെയ്യും. ചില ആൾക്കാർക്ക് അത് എഫക്റ്റ് ചെയ്യില്ല, ചില ആൾക്കാർക്ക് എഫക്റ്റ് ചെയ്യും. അത് ഓരോരുത്തരുടെ ബിലീഫ് സിസ്റ്റം അനുസരിച്ചിരിക്കും. ഒരാൾക്കാരുടെ എനർജി ലെവൽ, മൈൻഡ് പവർ അല്ലെങ്കിൽ വിൽ പവർ, അതിൻ്റെയൊക്കെ വേരിയേഷൻസ് അനുസരിച്ചിട്ട് ഇത് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പ്രേക്ഷകർക്ക് അതായത് രക്ഷപ്പെടാനുള്ള ഒരു മെത്തേഡ് എന്താ? രക്ഷപ്പെടാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെപ്ത് ഭയങ്കര ഹൈ ആണെങ്കിൽ, ഹൈ എന്ന് പറഞ്ഞാൽ ഭീകര എഫക്റ്റ് ബാധിച്ചവരുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് മാജിക്കിൻ്റെ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ബാഡ് എനർജി വളരെ ഹൈ ആയിട്ട് ബാധിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഞാൻ ഒരു മെത്തേഡ് ഞാൻ പറയാം. ആ മെത്തേഡ് ചെയ്തുകൊണ്ട് അവർക്ക് ആകണമെന്നില്ല. പക്ഷേ എന്നാലും ഒരു 50% ആൾക്കാർക്കും, അല്ലെങ്കിൽ അവരുടെ റേഞ്ച് അത്ര ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാഡ് എനർജി ഭീകരമായി ബ്ലാക്ക് മാജിക്ക് ഏറ്റുള്ളവരാണെങ്കിൽ നമുക്ക് ഞാൻ ഈ പറയണോണ്ട് മാത്രം പറ്റില്ല. അല്ലാണ്ടുള്ള ഈ പറഞ്ഞ അസൂയ, കണ്ണേറ്, പ്രാക്ക്, ശാപം, ഇപ്പൊ നമ്മുടെ കാരണവന്മാർക്കൊക്കെ കിട്ടിയിട്ടുള്ള ഓരോ ശാപങ്ങൾ അത് അടുത്ത തലമുറകൾക്ക് അത് ബാധിക്കും? തീർച്ചയായിട്ടും അത് ഓപ്ഷണലാണ്. കാരണം അടുത്ത തലമുറ എന്ന് പറയുമ്പോൾ അവരുടെ കർമ്മ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് തന്നെ പോണ കർമ്മയാണെങ്കിൽ, അതായത് ചിലവർ പറയല്ലേ അപ്പൻ്റെ അതേ സ്വഭാവം തന്നെയാണ് അവൻ എന്ന് പറയണ പോലെ, അത് തന്നെ പിന്തുടർന്ന് പോകണമെങ്കിൽ പാരമ്പര്യത്തിൽ നിന്നുള്ള കർമ്മ ഒരുപക്ഷെ ബാധിക്കാം. പക്ഷേ കർമ്മ എന്ന് പറയണത് ഓപ്ഷണലാണ്. അതായത് നമ്മൾ നന്മ ചെയ്തുകൊണ്ട് തിരിച്ച് നമുക്ക് കർമ്മക്ക് നന്മയുടെ റിസൾട്ട് ഉണ്ടാകണമെന്നില്ല, തിന്മ ചെയ്തുകൊണ്ട് തിന്മ ഉണ്ടാകണമെന്നില്ല. നമ്മൾ സ്റ്റഡി ചെയ്താൽ മനസ്സിലാവില്ലേ? ചില ആൾക്കാർ തോന്നിയ പോലെയൊക്കെ ജീവിച്ചിട്ട് പോലും അവർക്കൊരു കുഴപ്പമില്ല. പക്ഷേ ചില ആൾക്കാർ നന്മ ചെയ്തിട്ട് പോലും അവർക്ക് കുറേയധികം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ കർമ്മ പ്രവർത്തിക്കുന്ന എപ്പോഴും ലോജിക്ക് അനുസരിച്ചാണ്. നന്മ ചെയ്തത് കൊണ്ട് എല്ലാവർക്കും നന്മ അനുവന്നില്ല, തിന്മ ചെയ്തുകൊണ്ട് തിന്മ അനുവന്നില്ല. നന്മ ചെയ്ത ആൾക്കാർക്ക് തിന്മ വരാം, തിന്മ ചെയ്ത ആൾക്കാർക്ക് നന്മയും വരാം. കാരണം അത് കർമ്മ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ ചെയ്താലേ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ബാഡ് എനർജി ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഹൈ ഡെപ്ത് ഉള്ളതാണെങ്കിൽ മാത്രം അത് ഞാനിപ്പോൾ പറയാൻ പോണ പ്രാക്ടീസ് കൊണ്ട് പറ്റില്ല. പക്ഷെ അല്ലാത്ത ടൈപ്പ് ബാഡ് എനർജി, അതായത് കണ്ണീർ, അസൂയ, ശാപം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നുള്ള കുറേ ബാഡ് എനർജി, ഇതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ബ്ലെസ്സിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് ഓൾറെഡി. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ശ്രീലക്ഷ്മി ചോദിച്ച അതിന് മീൻസ് ഉത്തരവായിട്ട് ഞാൻ പറയണത് ആ ഒരു പ്രാക്ടീസാണ്. ആ പ്രാക്ടീസ് ഓൾറെഡി എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ കുറേ അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം 200 മേലെ ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുക്കാണ്ടായിരുന്നു കടബാധയുള്ള സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഇത്ര ആൾക്കാരുടെ ബാഡ് എനർജി എന്നെ ബാധിക്കുന്നുണ്ട്. കാരണം അവരുടെ മൈൻഡിൽ അവരെല്ലാം എന്നെ പ്രാഗിയിട്ടുണ്ടാവും. കാരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇല്ലേ, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ പൈസ കൊടുത്തേക്കണം. അതും ഒരു പീരീഡ് ഓഫ് ടൈമിൽ, അതിൽ എനിക്ക് ഇന്ന് തരാം, അല്ലെങ്കിൽ അടുത്ത മാസം തരാം, അടുത്ത വർഷം തരാമെന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അവർ ഉറപ്പായിട്ട് അവരിൽ നിന്ന് എന്നിലേക്ക് പുറപ്പെടുന്ന ബാഡ് എനർജിയാണ്. അപ്പോൾ ഇത് എനിക്ക് കുറേ അധികം റിസർച്ച് അല്ലെങ്കിൽ ബ്ലെസ്സിങ് എന്ന് പറയണത് കോമൺ ആയിട്ട് പല ട്രെയിനേഴ്സും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഞാനീ പറയുന്ന ഒരു മെത്തേഡ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടായതാണ്. കാരണം അതിനൊരു കുറേയും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം ആദ്യം. ആ ലിസ്റ്റിൽ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഫോണിലോ ഓൺലൈനിലോ ഓഫ്ലൈനിലോ നേരിട്ട് ഇടപെടുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ വീക്കിലി മന്ത്സ് ഉണ്ടാവും, ഡെയിലി ഉണ്ടാവും. ഇപ്പോൾ ജോലി സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇടപെടണം. പക്ഷെ ആ ജോലി സ്ഥലത്ത് നമ്മൾ ഭയങ്കര മെൻ്റൽ കണക്ഷനുള്ള ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന. ഇവരെല്ലാം ഈ ലിസ്റ്റിൽ വേണം. പിന്നെയാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് അവർക്ക് വഴക്കാം, നമ്മളോട് മിണ്ടാറില്ല. ജീവിതത്തിൽ നമുക്ക് വലിയ വിഷമഘട്ടങ്ങളിൽ ഉണ്ടാക്കിയിട്ട് ക്രൂരമായിട്ട് പെരുമാറിയ ആൾക്കാരുണ്ടാവും, വഴക്കിട്ട് വർഷങ്ങളോട് നിൽക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ വഴക്കിട്ടുണ്ടാവും. ഇവരെല്ലാം ശത്രുസ്ഥാനത്തെ നമ്മൾ കണ്ടില്ലെങ്കിലും അവരുടെ മൈൻഡിൽ അവർ നമ്മൾ ശത്രുവാണ്, അവർക്ക് നമ്മളെ ഇഷ്ടമില്ല. അപ്പോൾ നമ്മളെ നോക്കുമ്പോൾ ശത്രു എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സിൽ അവരോട് ഒന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഒന്ന്
നമ്മൾ വളരെ സ്നേഹത്തോടെ ഇടപഴകുന്ന, നമ്മൾ ഫ്രണ്ട്സ് വരാം, വീട്ടുകാർ വരാം, ഒരു വഴക്കൊന്നുമില്ലാത്ത ആൾക്കാർ. അതാണ് ഒരു കാറ്റഗറി. അവരുടെ പേര് എഴുതണം, ഒരു ബുക്കിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതുക. അടുത്തത് ശത്രുക്കൾ എന്ന് പറയും, നമ്മളോട് വഴക്കിട്ടേക്കുന്ന ആൾക്കാർ. ഇവരുടെ പേര് എഴുതുക. അത് ഫിൽറ്റർ ചെയ്തിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആൾക്കാർ എഴുതിയാൽ മതി. അടുത്തതാണ് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അവർക്ക് നമ്മളെ വലിയ കാര്യമൊന്നുമല്ല. നമുക്ക് മനസ്സിലാവും അത്. ഇതുപോലെ ഒരു പക്ഷെ നമുക്കും അങ്ങനെ ഉണ്ടാകാം. അവരെ നമുക്കത്ര ഇഷ്ടമൊന്നുമില്ല, നമ്മൾ ഒരു ലെവലിൽ നിന്നാൽ മതി ആൾക്കാരോട്. ഈ കാറ്റഗറിയിലുള്ളവരും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. 3 കാറ്റഗറിയാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം പേര് എഴുതുക എന്നുള്ളത്. എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വസ്ഥമായിട്ടൊരു റൂമിൽ കയറുക. നമുക്ക് അത്രയും ഫ്രീ ആയിട്ടുള്ള ഒരു സമയം ഒരിക്കലും തിരഞ്ഞെടുക്കണ്ട. സ്വസ്ഥമായിട്ടൊരു റൂമിൽ കയറിയിട്ട് നമ്മൾ ഈ ലിസ്റ്റ് ഒന്ന് ഇരുത്തി വായിക്കണം. ആദ്യം ഇത്ര ആൾക്കാർ നമ്മുടെ ലിസ്റ്റിലുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ലിസ്റ്റ് നോക്കണ്ട. നമ്മൾ കണ്ണടക്കുക, നമ്മളിരിക്കണ മുറിയിൽ കണ്ണടച്ചിട്ട് നമ്മൾ ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങളൊന്ന് വാച്ച് ചെയ്യേണ്ട രീതി ആദ്യം ചെയ്യുക. എന്തിനാണ് അത് പറയുന്നത്? പെട്ടെന്നൊരു മെഡിറ്റേഷനിലോട്ട് വരാൻ പറ്റും. ശബ്ദങ്ങൾ മാത്രം വാച്ച് ചെയ്യുന്നു, ചെറിയ ശബ്ദം, വലിയ ശബ്ദം. അതിൽ ഇറിറ്റേഷൻ വന്നവരെ ചെയ്യേണ്ട. ഞാനിപ്പോൾ ഈ പറയുന്ന ശബ്ദങ്ങൾ വാച്ച് ചെയ്യൽ എല്ലാവർക്കും കുഴപ്പമില്ല, കംഫർട്ടാണെങ്കിൽ ആ രീതി സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഒരു ചൈതന്യം അല്ലെങ്കിൽ പ്രകാശം നമ്മുടെ സങ്കല്പത്തിൽ നമ്മുടെ ശിരസിലൂടെ ബോഡിയിലോട്ട് പ്രവേശിക്കാനായിട്ട് സങ്കല്പിക്കുക. ഒരു എനർജി, നമ്മൾ സങ്കല്പികമായിട്ടൊരു എനർജി, അത് ചൈതന്യമോ പ്രകാശമോ ഏത് ഫിസിക്കൽ രൂപം വേണമെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം. അത് നമ്മുടെ അകത്തേക്ക് കയറി ബോഡിയിലൂടെ ഫുള്ള് ശിരസിലൂടെ ബോഡി കയറി. എന്നിട്ട് നമ്മൾ സ്വയം പറയണം, ഐ എം എ പവർഫുൾ പേഴ്സൺ എന്ന് പറയും നമ്മളോട് തന്നെ. അതിനുശേഷം കണ്ണടച്ചാണ് ഇതെല്ലാം ചെയ്യേണ്ട. നമ്മളുടെ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരാളെ നമ്മൾ മുമ്പിൽ വന്ന് ഇരിക്കണമായിട്ട് സങ്കല്പിക്കും. ലിസ്റ്റിലുള്ള ഒരാളെ ഓർമ്മ തന്നെ ആരെങ്കിലും ഒരാൾ. അപ്പോൾ ശ്രീലക്ഷ്മി ആണെങ്കിൽ ശ്രീലക്ഷ്മി മുമ്പിൽ, ഇപ്പോൾ ഞാനാണ് ചെയ്യണമെന്ന് ചോദിച്ചു, ശ്രീലക്ഷ്മി എൻ്റെ മുമ്പിൽ വന്നിരിക്കണം ഞാൻ സങ്കല്പിച്ച്. എന്നിട്ട് എൻ്റെ ബോഡിയിൽ ഒരു പ്രകാശം കയറിയിട്ടുണ്ടല്ലോ സങ്കല്പത്തിൽ. അത് ആ പ്രകാശം കയറേണ്ട സമയത്ത് നമ്മൾ മനസ്സിൽ പറയേണ്ടത് എങ്ങനെയാണ്? ഐ എം എ പവർഫുൾ പേഴ്സൺ. സെൽഫായിട്ടൊരു സജഷൻ കൊടുക്കണം. ഈ സങ്കല്പത്തിൽ പ്രകാശം കയറിക്കഴിഞ്ഞു. അത് കയറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് ഇപ്പോൾ ശ്രീലക്ഷ്മി എൻ്റെ മുമ്പിൽ വന്ന് ഇരിക്കണമായിട്ട് ഞാൻ സങ്കല്പിക്കുന്നു. ഞാനിപ്പോൾ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ ഇരിക്കണമായിട്ട് സങ്കല്പിക്കുന്നു. എന്നിട്ട് ഈ പ്രകാശത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകർപ്പ് ശ്രീലക്ഷ്മിയിലോട്ട് ഞാൻ പാസ് ചെയ്യണമായിട്ട് ഇമാജിൻ ചെയ്യും കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, ശ്രീലക്ഷ്മിയെ ഞാൻ അനുഗ്രഹിക്കുന്നു. എൻ്റെ എല്ലാവിധ അനുഗ്രഹവും ശ്രീലക്ഷ്മിക്ക് ഞാൻ നേരുന്നു. ശ്രീലക്ഷ്മി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. ദൈവമേ അങ്ങ് ശ്രീലക്ഷ്മിയെ അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സ് ശ്രീലക്ഷ്മിയെ അനുഗ്രഹിക്കണം. അത് നമുക്ക് ഏറ്റവും കംഫർട്ട്. ഇപ്പോൾ ദൈവമേ എന്ന് പറയാനാണെങ്കിൽ അങ്ങനെ പറയാം. അതല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് ശ്രീലക്ഷ്മിയെ അനുഗ്രഹിക്കണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ കഴിഞ്ഞ് പിന്നെ അടുത്ത ആളെ സങ്കല്പിക്കുക. ഓർമ്മയിൽ വന്നവരെ 1 by 1 ആയിട്ട് സങ്കല്പിക്കുന്നു. അപ്പോൾ അടുത്ത ആൾ വരുമ്പോൾ അയാളിലേക്ക് നമ്മളുടെ ഈ ചൈതന്യമുള്ള പ്രകാശം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സങ്കല്പിക്കുന്നു. ഐ എം എ പവർഫുൾ പേഴ്സൺ എന്ന് പറയുന്നു. എന്നിട്ട് പറയും, ഇന്ന ആളെ ഞാൻ അനുഗ്രഹിക്കും. ഇപ്പോൾ ഷിബു എന്ന് പേരുള്ള ആളാണ്, ഷിബുവിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. എൻ്റെ എല്ലാവിധ അനുഗ്രഹം ഷിബുവിനെ ഞാൻ നേരുന്നു. ഷിബു വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്. ദൈവമേ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഷിബുവിനെ അനുഗ്രഹിക്കണം. വീണ്ടും അടുത്ത ആൾ. അങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് ഈ ലിസ്റ്റിൽ വായിച്ചപ്പോൾ ഉണ്ടായി ഓർമ്മ കിട്ടുന്ന ആൾക്കാരെ മാത്രം പറയുക. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാക്ടീസ് കഴിഞ്ഞു. പക്ഷേ പറയാൻ കുറച്ചുപേർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൾക്കാർ നമ്മൾ എന്തായാലും മെമ്മറിയിൽ ഓർക്കും. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻറ്റ് കുറഞ്ഞവരാണ്. എങ്കിലും നമ്മൾ ലിസ്റ്റിൽ എഴുതി വെച്ചെന്നുള്ള ഇത് വെച്ചിട്ട് അടുത്ത ദിവസം ചെയ്യുമ്പോൾ ഈ പ്രാക്ടീസ് കഴിയുമ്പോൾ ആ വിട്ടുപോയവരെ ആരൊക്കെയാണെന്ന് ടിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അടുത്ത ദിവസം ചെയ്യുമ്പോൾ ആ വിട്ടുപോയ ആൾക്കാരെ ആദ്യം മനസ്സിൽ കൊണ്ടുവരാനായിട്ടൊരു ശ്രമം നടത്തുക, ഓർമ്മയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് അടുത്ത ദിവസം ചെയ്യുമ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് അവരെ ഓർക്കാൻ ശ്രമിച്ചിട്ട് ആദ്യം അവരെ ഓർത്തുകൊണ്ട് ബ്ലസ് ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാരെ. എന്തായാലും 1 ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം നമ്മൾ കാണാണ്ട് തന്നെ ഓർത്ത് ചെയ്യണ ഹാബിറ്റിലോട്ടാകും. ഈ പ്രാക്ടീസ് എല്ലാ ദിവസവും ചെയ്താലേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. രാവിലെ എണീറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് എപ്പോൾ ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡിൽ ചെയ്യാം. ചിലപ്പോൾ കാലത്തായിരിക്കും, ചിലപ്പോൾ ഉച്ചക്കായിരിക്കും, ചിലപ്പോൾ രാത്രിയായിരിക്കും, ചിലപ്പോൾ കിടക്കണ മുമ്പായിരിക്കും. എപ്പോഴായാലും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. പക്ഷേ ഇത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഒരാൾ വേറെ ആളെ അനുഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിൽ പോസിറ്റീവ് എനർജിയുടെ വൈബ് കൂടും. കാരണം നമ്മൾ അറിയാണ്ട് എപ്പോഴും വേറെ ആൾക്കാരെ ശപിക്കണതാ, കുറ്റം പറയണതാ, അവരെ കുറ്റം നെഗറ്റീവ് ചിന്തിക്കണതാ രീതികളാണ് നമ്മുടെ ഹാബിറ്റിലുള്ള. കാരണം ലൈവ് നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞാൽ തന്നെ അവരെക്കുറിച്ച് നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ തിങ്കിൻ്റെ സംസാരത്തിൽ നമ്മളുടെ കൺട്രോളിലല്ലാണ്ട് പിന്നെ വൈബ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ഇല്ലേ? മൈൻഡ് ഔട്ട് ആവും. അതെന്തുകൊണ്ടാണ് ഈ വൈബ് നെഗറ്റീവായി. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ അനുഗ്രഹിക്കുമ്പോൾ, ഇപ്പോൾ ശത്രു ആണെങ്കിൽ ഇതാണെങ്കിൽ അയാളെ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ വൈബ് പോസിറ്റീവായി. നമ്മളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ മുമ്പിൽ നേരിട്ട് ഇടപഴകി വരുമ്പോൾ ഇടപെടേണ്ട അവസരം വന്നാൽ അയാളോടുള്ള നമ്മുടെ വൈബ് എന്താ? പോസിറ്റീവ് അല്ലേ? കാരണം നമ്മൾ ബ്ലസ് ചെയ്തേക്കണേ. നമ്മൾ ഇന്ന് ബ്ലസ് ചെയ്ത ആളെ നാളെ കാണണേ. അപ്പം നമ്മുടെ മൈൻഡിൽ ഓട്ടോ കറക്ഷനിൽ ബ്ലെസ്സിങ്ങാണ് അയാൾക്ക് നമ്മൾ കൊടുത്തേക്കാം. അതുകൊണ്ട് അയാളെ കാണുമ്പോൾ നമ്മുടെ വൈബ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ആൻറ്റിവൈറസ് പോലെ ഇരിക്കും.
ആൻറ്റിവൈറസ് അറിയില്ല, കമ്പ്യൂട്ടറിൽ കയറ്റി കഴിഞ്ഞാൽ വൈറസ് അടിച്ച് കളയും. അപ്പോൾ ഇയാൾ വന്നിട്ട് പോസിറ്റീവ് വൈബ് കാണിച്ചാലും നമുക്കത് എഫക്റ്റീവ് ഇല്ല. അതാണ് ഈ ബ്ലെസ്സിങ് ടെക്നിക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നമ്മൾ റുട്ടീനായിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ കഴിഞ്ഞാൽ എൻ്റെ ഒരു കണക്കിൽ ഏകദേശം 3 മാസമൊക്കെയാണ്. നമ്മളിപ്പോൾ ആയുർവേദ ഡോക്ടർമാരൊക്കെ പറയില്ല ഒരു 3 മാസം കഴിക്കണമെന്ന് പറയുന്ന പോലെ ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ഇതാവും, ഈ മെത്തേഡ് പ്രാക്ടിക്കലാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഈ കണ്ണേറും പ്രാക്കും ശാപവും അങ്ങനെയുള്ള ബാഡ് എനർജി എല്ലാം ഈ പ്രാക്ടീസ് ഡെയിലി റുട്ടീനിലാകുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ബാഡ് എനർജി നമ്മളിൽ നിന്ന് റിമൂവ് ആവുമെന്നുള്ള, അതുപോലെ പുതിയതായിട്ട് വരാനുള്ള എല്ലാം അവിടെ സ്റ്റോപ്പ് ആകുകയും ചെയ്യും. അപ്പോൾ അത്രയും റിസൾട്ട് ഉണ്ടാക്കുന്ന പ്രാക്ടീസാണ്. പിന്നെ ഇതിൻ്റെ കുറേ തിയറിക്കലുണ്ട്, എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ ടൈം എടുക്കണതാണ്. നമുക്ക് പിന്നീട് ഒരിക്കലും അതിൻ്റെ വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ പറയാം ഗ്രൂപ്പ് ട്രെയിനിങ്ങിലാണെങ്കിൽ ഇൻഡിവിജ്വലാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയില്ലേ നമ്മൾ ഒരു ഫീസ് അടക്കാണ്ടും പങ്കെടുക്കാം എന്ന് പറയുന്ന രീതി എന്താ, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അവർക്കൊരു അതായത് ഞാനിത് അതെ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് ഞാൻ കൂടുതലും ചെയ്തതെന്ന് വെച്ചാൽ പല വീഡിയോസിൽ അത് പറയുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ എക്സ്പെൻസീവാണ്. കാരണം ഒരാൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ട്രെയിനിങ് ആയതുകൊണ്ട് നമുക്ക് ഫീസിൽ അധികം കൺസെഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പല ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ് ഗ്രൂപ്പ് ട്രെയിനിങ്. അത് വീക്കിലി വൺസ് 45 മിനിറ്റ് ഓൺലൈൻ ക്ലാസ്സാണ്. അതിൽ റെക്കോർഡ് ക്ലാസ് അങ്ങനെ എന്നുള്ളതൊന്നുമില്ല. റെക്കോർഡ് റെഡിമെയ്ഡ് അയച്ചതിൻ്റെ രീതിയല്ല, ലൈവാണ്. അതായത് റെക്കോർഡിന് ഒരു എനർജി കുറവായിരിക്കും. ഓപ്പോസിറ്റ് നിങ്ങളുണ്ടാവും, ഇപ്പുറത്ത് ഞാനുണ്ടാവും. അത് ലൈവാണ്. ലൈവ് എൻ്റെ എനർജി ഓണാണ്, നിങ്ങളുടെ എനർജി ഓണാണ്. ലൈവ് കിട്ടുന്നതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ വൈബ് പോസിറ്റീവ് ആകണതാണ്. ആ രീതിക്ക് ആണ് ഇത്. ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ് ഓൺലൈനായിട്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ ഓൾറെഡി ഇതിൻ്റെ വിശദീകരണങ്ങളുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ടിപ്പില്ലേ പ്രാക്ടീസ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം ആ ക്ലാസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് പങ്കെടുക്കാം. അതായത് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഫീസ് എനിക്കൊണ്ട് പങ്കെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു 100 രൂപ പോലും ഫീസ് അടക്കാൻ നിവർത്തില്ല. കാരണം എൻ്റെ ഫീസ് ഉദ്ദേശിക്കുന്ന മന്ത്ലിയാണ്. പക്ഷെ നിങ്ങൾക്ക് അത്രയും കഷ്ടപ്പാടാണ് അനുഭവിക്കണം. ഒരു 100 രൂപ പോലും ഉണ്ടെങ്കിൽ അന്ന് കുടുംബം കഴിയാനോ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്നൊരു എക്സസ് ഒരു 100 പോലും എനിക്ക് എടുക്കാനില്ല. അതാണ് എൻ്റെ അവസ്ഥ എന്നുള്ള ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഒരു ഫീസ് അടച്ചില്ലെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പോൾ ആ രീതിക്ക് നമ്മളൊരു ചാരിറ്റി മൈൻഡിലാണ് ഈ ഗ്രൂപ്പ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തേക്കണം. അപ്പോൾ അതിൽ ഇതിൻ്റേതായ ഇതെന്നല്ല നിരവധി കാര്യങ്ങൾ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഈ സിസ്റ്റം, അത് മൈൻഡ് ആൻഡ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ്. ആ സിസ്റ്റത്തിൻ്റെ എല്ലാ എക്സ്പീരിയൻസിലോട്ട് എത്താനായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ അല്ലേ, നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഓക്കെ, ഇപ്പോൾ ഈ സാറ് പറഞ്ഞ ബ്ലെസ്സിങ് ടെക്നിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇത് യൂസ്ഫുൾ ആവും. സാറിൻ്റെ ട്രെയിനിങ്ങിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. മെസ്സേജ് മാത്രമേ അയക്കാൻ പാടുള്ളൂ, കോൾ വിളിക്കാൻ പാടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.